ഒമാഹയിലെ സാധാരണക്കാരൻ. നമ്മുടെ കഥ തുടങ്ങുന്നത് അമേരിക്കയിലെ ഒമാഹ എന്ന ചെറിയ നഗരത്തിലാണ്. അവിടെ വലിയ ആഡംബരങ്ങളില്ലാത്ത ഒരു പഴയ വീട്ടിൽ മക്ഡൊണാൾഡ്സ് ബർഗറും കൊക്കക്കോളയും കഴിച്ച് ജീവിക്കുന്ന ഒരു വയോധികനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായ വാറൻ ബഫറ്റാണത്. ഒമാഹയിലെ പ്രവാചകൻ, ഓറക്കിൾ ഓഫ് ഒമാഹ എന്നാണ് ലോകം അദ്ദേഹത്തെ വിളിക്കുന്നത്. എങ്ങനെയാണ് പത്രം വിറ്റു നടന്ന ഒരു ബാലൻ ലോകത്തിലെ നിക്ഷേപകരുടെ രാജാവായി മാറിയത്? ആ അത്ഭുതകരമായ യാത്രയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 1930 മഹാമാന്ദ്യത്തിന്റെ സമയത്താണ് വാറൻ ജനിച്ചത്. അച്ഛൻ ഒരു സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു. അക്കങ്ങളോടും കണക്കുകളോടും വാറൻ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. വെറും 6 വയസ്സുള്ളപ്പോൾ മുത്തച്ഛന്റെ കടയിൽ നിന്ന് 25 സെന്റിന് 6 കുപ്പി കൊക്കക്കോള വാങ്ങി അത് ഓരോന്നും 5 സെന്റിന് വിറ്റ് 5 സെന്റ് ലാഭമുണ്ടാക്കിയ ആ കുട്ടിയിൽ അന്നേ ഒരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. പിന്നീട് വീടുകൾ തോറും പത്രം വിതരണം ചെയ്തും പഴയ ഗോൾഫ് ബോളുകൾ വിറ്റും അദ്ദേഹം പണം സമ്പാദിച്ചു. 11-ാം വയസ്സിൽ അദ്ദേഹം തന്റെ ആദ്യത്തെ ഓഹരി വാങ്ങി. സിറ്റി സർവീസ് എന്ന കമ്പനിയുടെ ഓഹരിയായിരുന്നു അത്. ഓഹരി വില കുറഞ്ഞപ്പോൾ അദ്ദേഹം ഭയന്നെങ്കിലും പിന്നീട് വില കൂടിയപ്പോൾ വിറ്റ് ചെറിയ ലാഭം നേടി. പക്ഷേ അദ്ദേഹം വിറ്റതിന് ശേഷം ആ ഓഹരിയുടെ വില കുതിച്ചുയർന്നു. ക്ഷമയാണ് നിക്ഷേപത്തിലെ ഏറ്റവും വലിയ ഗുണമെന്ന് ആ 11-കാരൻ അന്ന് പഠിച്ചു. കൗമാരത്തിൽ തന്നെ ബിസിനസ്സിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് അദ്ദേഹം കോളേജ് പഠനം നടത്തി. കൊളംബിയ ബിസിനസ് സ്കൂളിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച കൂടിക്കാഴ്ച നടക്കുന്നത്. മൂല്യാധിഷ്ഠിത നിക്ഷേപത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാമിനെ അദ്ദേഹം അവിടെ വെച്ച് കണ്ടുമുട്ടി. ഒരു കമ്പനിയുടെ ഓഹരി വിലയല്ല, ആ കമ്പനിയുടെ യഥാർത്ഥ മൂല്യമാണ് നോക്കേണ്ടതെന്ന് ഗ്രഹാം വാറനെ പഠിപ്പിച്ചു. $1 വിലയുള്ള സാധനം 50 സെന്റിന് കിട്ടുമ്പോൾ വാങ്ങുക എന്നതായിരുന്നു ആ പാഠം. വാറൻ ബഫറ്റ് എന്ന നിക്ഷേപകന്റെ അടിത്തറ പാകിയത് ഇവിടെയാണ്. പഠനശേഷം സ്വന്തമായി നിക്ഷേപങ്ങൾ തുടങ്ങിയ വാറൻ 1962 ബർക്ക്ഷയർ ഹാത്തവേ എന്ന നഷ്ടത്തിലായിരുന്ന ഒരു തുണിമില്ലിന്റെ ഓഹരികൾ വാങ്ങാൻ തുടങ്ങി. വാസ്തവത്തിൽ അതൊരു മോശം നിക്ഷേപമായിരുന്നു. എന്നാൽ പിന്നീട് ആ കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത വാറൻ തുണി വ്യവസായം ലാഭകരമല്ലെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാക്കി മാറ്റി. ഇക്കാലയളവിലാണ് അദ്ദേഹത്തിന്റെ വലം കൈയായ ചാർലി മങ്കർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. മോശം കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ നല്ലത് മികച്ച കമ്പനികൾ ന്യായമായ വിലയ്ക്ക് വാങ്ങാവുന്നതാണ് എന്ന് ചാർലി വാറനെ ഉപദേശിച്ചു. ഇത് ബഫറ്റിന്റെ ശൈലി മാറ്റിമറിച്ചു. തുടർന്ന് ബർക്ക്ഷയർ ഹാത്വേയിലൂടെ അദ്ദേഹം വമ്പൻ കമ്പനികളിൽ നിക്ഷേപിച്ചു. കൊക്കക്കോള, അമേരിക്കൻ എക്സ്പ്രസ്, ജില്ലറ്റ്, വാഷിംഗ്ടൺ പോസ്റ്റ് തുടങ്ങിയ കമ്പനികൾ അതിൽ ചിലതാണ്. തനിക്ക് നന്നായി അറിയാവുന്ന ലളിതമായ ബിസിനസ് മോഡലുകളുള്ള കമ്പനികളിൽ മാത്രമേ അദ്ദേഹം പണം മുടക്കിയുള്ളൂ. ടെക്നോളജി കമ്പനികൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം വർഷങ്ങളോളം അവയിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് ആപ്പിളിൽ വലിയ നിക്ഷേപം നടത്തി. അദ്ദേഹത്തിന്റെ തന്ത്രം ലളിതമായിരുന്നു. നല്ല മാനേജ്മെന്റ് ഉള്ള കമ്പനികളെ കണ്ടെത്തുക, ദീർഘകാലത്തേക്ക്, ചിലപ്പോൾ എന്നേക്കുമായി അവയെ കൈവശം വയ്ക്കുക, കൂട്ടുപലിശയുടെ ശക്തിയിൽ വിശ്വസിക്കുക. ശതകോടീശ്വരനായിട്ടും 1958 വെറും $31,500 വാങ്ങിയ അതേ വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത്. സ്വന്തമായി പ്രൈവറ്റ് ജെറ്റുകളോ വലിയ ആഡംബര കാറുകളോ അദ്ദേഹം ഉപയോഗിക്കാറില്ല. പ്രാതലിന് മക്ഡൊണാൾഡ്സിൽ പോകുന്ന, ഡ്രൈവർ ഇല്ലാതെ സ്വന്തമായി കാർ ഓടിക്കുന്ന ഈ ശതകോടീശ്വരൻ ലോകത്തിന് ഒരു അത്ഭുതമാണ്. 2006 അദ്ദേഹം ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. തന്റെ സ്വത്തിന്റെ 99% ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ബിൽ ഗേറ്റ്സിനൊപ്പം ചേർന്ന് ദ ഗിവിംഗ് പ്ലെഡ്ജ് എന്ന പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കമിട്ടു. വാറൻ ബഫറ്റിന്റെ കഥ വെറും ഒരു പണമുണ്ടാക്കലിന്റെ കഥയല്ല, മറിച്ച് ക്ഷമയുടെയും അച്ചടക്കത്തിന്റെയും ലാളിത്യത്തിന്റെയും വിജയഗാഥയാണ്. പണം മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല, മനുഷ്യനാണ് പണത്തെ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓഹരി വിപണിയിലെ കയറ്റിറക്കങ്ങളിൽ പതറാതെ സ്വന്തം തത്വങ്ങളിൽ ഉറച്ചുനിന്നാൽ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുന്നു.